ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC Victers അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെറ്റ്സിലെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2020, കഴിഞ്ഞ വർഷം ഡിസംബർ 2020 ചോദിച്ച ഈ പാഠത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുപോലെ 2019, 18, 17 അങ്ങനെ ഒരു 10 വർഷത്തെ നമ്മൾ ചെയ്യും. ഈ വർഷം എക്സാം നടത്തുമ്പോൾ 2021 കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു പുതിയ വീഡിയോ വേറെ ചെയ്യും. ഇതുവരെ നമ്മൾ എല്ലാ എക്സസൈസുകളും ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ ടഫായിട്ടുള്ള മിസ്ലേനിയസ് എക്സസൈസ് NCERT-യിലുണ്ട്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ 2020, അതായത് ഏറ്റവും അവസാനം നടന്ന എക്സാമിൽ ഈ +1 മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2021 2020. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. U = 1 2 3 4 5 6 7 8 9. കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ശ്രദ്ധിക്കണം. U എന്ന് പറഞ്ഞിട്ട് 1 മുതൽ 9 വരെ തന്നിട്ടുണ്ട്. എന്നിട്ട് B = 3 4 5 6 7 അത്ര തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് A യൂണിയൻ B. A യൂണിയൻ B കണ്ടുപിടിക്കുക. ദെൻ ഇതെന്താ എങ്ങനെ വായിക്കാം? A യൂണിയൻ B കോംപ്ലിമെന്റ്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് വരുമ്പോഴാണ് A കാണുന്നില്ല. ഇവിടെ A തന്നിട്ടില്ല. ദാറ്റ് മീൻസ് A ഈസ് എ നൾ സെറ്റ്. A തരാത്തത് കൊണ്ട് A എന്താണ്? നൾ സെറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. സോ കൺസിഡർ A ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ദെൻ വാട്ട് ഈസ് A യൂണിയൻ B? A യൂണിയൻ B എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ഓർ B എന്നാണ് അർത്ഥം. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ A ഓർ B ആണ്. മനസ്സിലായോ? അപ്പൊ നൾ സെറ്റ് നമ്മൾ എന്ത് എഴുതാറില്ല, സെറ്റിനകത്ത് എഴുതാറില്ല. സോ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എഴുതണ? സെറ്റ് ഇസ് ഈക്വൽ ടു A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ ചേരുമ്പോൾ എന്താണ്? 3 4 5 6 7. B മാത്രമേ ഉള്ളൂ. സോ 3 4 5 6 7. ഓക്കെ, അപ്പൊ A എന്താണ്? നൾ സെറ്റ് ആണ്. B എന്താണ്? തന്നിട്ടുണ്ട്. എയും ബിയും തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? B തന്നെ ആയിരിക്കും. സോ A യൂണിയൻ B, അതായത് നൾ സെറ്റ് യൂണിയൻ B, നൾ സെറ്റ് യൂണിയൻ B ഇസ് ഈക്വൽ ടു B തന്നെയാണ്. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ B ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ A യൂണിയൻ B കോംപ്ലിമെന്റ് കാണാനാണ്. അപ്പൊ A യൂണിയൻ B കോംപ്ലിമെന്റ് കാണാൻ ചോദിക്കുമ്പോൾ A യൂണിയൻ B എന്താണ്? B ആണ്. ഓക്കെ, അപ്പൊ A യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് B കോംപ്ലിമെന്റ് ആണ്. സോ വാട്ട് ഈസ് B കോംപ്ലിമെന്റ്? B കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു U മൈനസ് B. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോംപ്ലിമെന്റ് എടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിൽ A യൂണിയൻ B ഒക്കെ എടുത്ത ക്ലാസ്സിൽ ചെന്നിട്ട് നോക്കാം. ഓക്കെ, കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. U മൈനസ് B എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് എന്ത് ചെയ്യുക? B കുറയ്ക്കാം. B ഇവിടെ ഉണ്ട്, യുവിലുണ്ട്, അത് കുറച്ചു 4, അത് കുറച്ചു 5, അത് കുറച്ചു 6, അത് കുറച്ചു 7, അത് കുറച്ചു. ബാക്കി യുവിലുള്ളത് 1 2 8 9. സോ ദ ആൻസർ ഈസ് 1 2 8 9. ക്ലിയർ? സോ ഇതാണ് ഈ ഡിസംബർ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അത് 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ 2 മാർക്കിന്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞു. ഇനി ഇത് ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിനാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. സാറേ എന്റെ മെത്തേഡ് പറഞ്ഞുതരാം, എന്റെ വഴി എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനെന്ന് പറഞ്ഞുതരാം. ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് P and Q are 2 sets, P യും Q യും 2 സെറ്റ് ആണെന്ന് വിചാരിക്കുക. സച്ച് ദാറ്റ് നമ്പർ ഓഫ് Pയിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 12ഉം നമ്പർ ഓഫ് Q മൈനസ് P, Qവിൽ നിന്ന് P കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? 7ഉമാണ്. Okay, then which among the following is the value of number of P union Q? താഴെ തന്നിരിക്കുന്നതിൽ P യൂണിയൻ Qവിൽ വരുന്നത് എത്ര പേരാണ്? 12 7 19 5. ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റീസെന്റ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. NCERT-യിലും CBSE-യിലും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്സിന്റെ ഒരു 19 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ സീരീസിന് ശേഷം, അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 1 മാർക്കിന്റെ. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? B യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു B. അത് ഐഡന്റിറ്റി ലോ ആണ്. A യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു A എന്ന് പറയുന്ന ഒരു
ലോ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, കിട്ടിയോ? എ സമം നൾ സെറ്റ് ആയിരുന്നു. സോ എന്താണ് ബി യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണെന്ന് നമ്മൾ അവിടെ എഴുതി. അപ്പൊ അതുപോലെ നമ്മൾ പഠിക്കുന്ന ചില ലോസ് നമ്മൾ ചില പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തിട്ട് വരും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ലോ ആണ് നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എയിൽ നിന്ന് നമ്പർ ഓഫ് ബി എന്താണ് കുറയ്ക്കുമെന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പി മൈനസ് നമ്പർ ഓഫ് ക്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. കിട്ടിയോ? അക്കോർഡിംഗ് ടു ദിസ് ലോ നമ്പർ ഓഫ് എ മൈനസ് ബേസിക്കലി നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി. അപ്പോൾ നമ്പർ ഓഫ് പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പി മൈനസ് നമ്പർ ഓഫ് ക്യൂ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ക്യൂ മൈനസ് പി ആണ്. അപ്പൊ അതെന്തായിരിക്കും? നമ്പർ ഓഫ് ക്യൂ മൈനസ് പി. ഇതുപോലല്ലേ നമ്പർ ഓഫ് ക്യൂ മൈനസ് നമ്പർ ഓഫ് പി, നമ്പർ ഓഫ് പി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. കിട്ടിയല്ലോ? എന്താണ് നമ്പർ ഓഫ് ക്യൂ മൈനസ് പി ഈക്വൽ നമ്പർ ഓഫ് ക്യൂ മൈനസ് നമ്പർ ഓഫ് പി. സോ നമ്പർ ഓഫ് ക്യൂ മൈനസ് പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യൂ മൈനസ് നമ്പർ ഓഫ് പി. സോ ഇവിടെ നമുക്ക് എന്താ അറിയാം? നമ്പർ ഓഫ് ക്യൂ നമുക്കറിയാം. അറിയാമോ? ഇല്ല. നമ്പർ ഓഫ് പി അറിയാം. എത്രയാണ്? 12 ആണ്. സോ നമ്പർ ഓഫ് പി നമുക്ക് എഴുതാം 12. നമ്പർ ഓഫ് ക്യൂ നമുക്ക് അറിയില്ല, അവിടെ ഇടാം. നമ്പർ ഓഫ് ക്യൂ മൈനസ് പി അറിയാം. ക്യൂ മൈനസ് പി എന്ന് പറയുന്നതാണ് 7. സോ രണ്ട് ഡാറ്റ അറിയാം, ഒരെണ്ണം അറിയില്ല. അപ്പൊ ഇത് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ ഇത് ഇവിടെ നിർത്താം, ഇത് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ നമ്പർ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു 12 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 19. എന്താണ്? 19 ആണ്. ഓക്കെ, ക്ലിയർ? ചോദ്യം എന്താണ്? ഇതല്ല, നമ്പർ ഓഫ് ക്യൂ കണ്ടുപിടിക്കുക എന്നതല്ല ചോദ്യം. ചോദ്യം which among the following is the value of number of p union q. നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫോർമുല നമ്പർ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ക്യൂ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഫോർമുല അനുസരിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ക്യൂ മൈനസ് നമ്പർ ഓഫ് എന്താണ് ക്യൂ ഇന്റർസെക്ഷൻ പി ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ വാട്ട് ഈസ് നമ്പർ ഓഫ് ക്യൂ മൈനസ് പി? അത് നമുക്കറിയാം 7. അപ്പൊ 7 is equal to number of q. What is number of q? നമ്മൾ കണ്ടുപിടിച്ചത് 19 മൈനസ് എന്താണ് നമ്പർ ഓഫ് q ഇന്റർസെക്ഷൻ p. എന്തിനാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് q ഇന്റർസെക്ഷൻ p കണ്ടുപിടിക്കാനാണ്. സോ നമ്പർ ഓഫ് q ഇന്റർസെക്ഷൻ p is equal to, ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക, 7 അപ്പുറം കൊണ്ടുപോകാം. 19 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. സോ നമുക്ക് എത്ര ഡാറ്റാസ് കിട്ടി? ക്യൂ ഇന്റർസെക്ഷൻ പി കിട്ടി, നമ്പർ ഓഫ് ക്യൂ കിട്ടി ദാറ്റ് ഈസ് 19, നമ്പർ ഓഫ് പി കിട്ടി, അത് തന്നിരിക്കുന്നത് എത്രയാണ്? 12. കിട്ടിയോ? നമ്മുടെ ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ ആണ്. സോ നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പി ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സിമിലർലി നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പി പ്ലസ് നമ്പർ ഓഫ് ക്യൂ മൈനസ് നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പി നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 12 പ്ലസ് നമ്പർ ഓഫ് ക്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 19. ഓക്കെ, മൈനസ് നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ അതല്ലെങ്കിൽ ക്യൂ ഇന്റർസെക്ഷൻ പി നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 12. സോ 12 get cancelled. The answer is 19. So the option C is the answer. 2020 ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if p സമം 1,2 റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് p, ഒരു മാർക്കാണ്. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിച്ചിരുന്നത്? ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇത് ചോദിച്ചിരിക്കുന്നത് സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം
ഒരു സെറ്റിനകത്ത് 2 പേരുണ്ടെങ്കിൽ ടോട്ടൽ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2m ആയിരിക്കും. 2 എത്ര ആൾക്കാരുണ്ട്? 2. ദാറ്റ് ഈസ് 4 ഉത്തരം വരണം, നമുക്ക് 4 എണ്ണം വരണം. സോ ഇതിനകത്തുള്ള സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 4 സെറ്റ് ഒരു സബ്സെറ്റ് ആയിരിക്കും. ഈ സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ 1,2 അപ്പൊ 2 അങ്ങനെ എഴുതാം. അടുത്ത ഇതിനകത്ത് ഓരോ എലമെന്റും സബ്സെറ്റ് ആയിട്ട് എഴുതാം. 1, 2. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് m സബ്സെറ്റ് ഓഫ് n, m എന്ന് പറയുന്നത് n-ന്റെ സബ്സെറ്റ് ആണെങ്കിൽ then draw the Venn diagram of n minus m. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്ന ആള് വലുതാളും m എന്ന് പറയുന്നത് ചെറുതുമാണ്. കാരണം m എന്ന് പറഞ്ഞാല് n-ന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഞാൻ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുക. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, ദാറ്റ് ഈസ് u. ദെൻ ഒരു വലിയ സർക്കിൾ വരയ്ക്കുക, ദാറ്റ് ഈസ് മൈ m. ദിസ് ഈസ് m. m-നകത്താണ് ആരുള്ളത്? n. സോറി, ദിസ് ഈസ് n. n-നകത്താണ് ആരുള്ളത്? m. m ഇസ് എ സബ്സെറ്റ് ഓഫ് n ആണ്. സോ ഇതിന്റെ അകത്ത് വരയ്ക്കുക m. ഒന്നും പറയാം, m ഇസ് എ സബ്സെറ്റ് ഓഫ് n. അപ്പൊ n വലുതും m എന്താണ് ചെറുതുമാണ്. അപ്പൊ വലിയ സർക്കിൾ n വരയ്ക്കുക, ചെറിയ സർക്കിൾ m. n-നകത്ത് m. ഓക്കെ, എന്റെ ചോദ്യം എന്താണ്? n മൈനസ് m. n മൈനസ് m ഷെയ്ഡ് ചെയ്യണം നമ്മൾ. അപ്പൊ n-ൽ നിന്ന് ഇത് ആലോചിച്ച് തെർമോക്കോൾ ആണെന്ന് വിചാരിക്കുക. n നിങ്ങൾ വരച്ചു. ഓക്കെ, n നിങ്ങൾ ഒരു ഷെയ്ഡ് കൊടുത്തു, m അകത്ത് വരച്ചു. എന്നിട്ട് n-ൽ നിന്ന് m കട്ട് ചെയ്യുക. അതിന്റെ അർത്ഥം n മൈനസ് m. അപ്പൊ എന്ത് സാധനം കട്ട് ചെയ്യണം? ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സാധനം നമ്മൾ എന്താണ് കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? n മൈനസ് m എന്ന് പറഞ്ഞാൽ ഇതാണ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഒരു പോർഷനാണ്. സോ ദിസ് ഈസ് നോൺ ആസ് എന്താണ്? n മൈനസ് m. കിട്ടിയോ? ക്ലിയർ ആണോ? സോ നമ്മൾ അകത്തുനിന്ന് എന്ത് മാറ്റി? m എടുത്ത് കട്ട് ചെയ്തു. ഏതിൽ നിന്ന്? n-ൽ നിന്ന്. സോ ബാലൻസ് ഉള്ളത് n-ലുള്ളത് എന്താണോ ദാറ്റ് ഈസ് നോൺ ആസ് ദി n മൈനസ് m എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ അത് കിട്ടി. ഇനി ഇതിനകത്ത് തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ 4 ഓപ്ഷൻ ഇട്ടിട്ടുള്ളത്. അത് ഇന്റർവെലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതും 1 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 മാർക്ക്. നേരത്തെ നമ്മൾ കണ്ട 3 മാർക്ക്, ഇത് 3 മൊത്തം 6 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സമത്ത് സെറ്റ് ഓഫ് ഓൾ സച്ച് ദാറ്റ് x belongs to r -2 greater than or equal to x less than or equal to 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സച്ച് ദാറ്റ് x belongs to r x greater than 2 less than or equal to 6. ഇതിനകത്ത് എന്താ? ഫസ്റ്റ് നമുക്ക് സെറ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണല്ലോ, അത് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. റോസ്റ്റർ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ -2 ഉൾപ്പെടെ, എന്നാൽ 5 ഉൾപ്പെടെ 5-ന് താഴെയാണ്. ഇപ്പോൾ വരുമ്പോൾ -2 -1 0 -2 വലുത് 5-നേക്കാൾ താഴെയാണ്. 1 2 3 4 5 കൂടി ഉണ്ട്. അത് മനസ്സിലായി താഴെ ഒരു വരെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 2 പേരെ നമ്മൾ എടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ബി സമം 2 ഗ്രേറ്റർ ദാൻ എക്സ്. 2-നേക്കാളും വലുതാണ്, എന്നാൽ 6-നേക്കാൾ ചെറുതും 6ഉം ഉണ്ട്. 2-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? 3 4 5 6. ഇതാണ്. Then which among the following is A intersection B? A intersection B ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് നിങ്ങൾ A intersection B, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് A intersection B. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 4 5 6 3 4 5. ഈ 3 4 5ഉം 3 4 5 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് 3 4 5. ഇനി നിങ്ങൾ ഇതിനെ ഇന്റർവെൽ ആക്കി മാറ്റാം. ഇതിനെ ഇന്റർവെൽ ആക്കി മാറ്റുമ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം എന്താണ്? ഇതിന്റെ എൻഡ് 5ഉം ഓപ്പണിംഗ് എന്താണ്? 3 ആണ്. അപ്പൊ ഇതിനെ ഇന്റർവെൽ ആക്കി മാറ്റുമ്പോൾ എൻഡ് എന്തായാലും 5 ആണ്. സോ 5 ആണ് എൻഡ്. ഓക്കെ, ഈ ഓപ്ഷനിൽ 6 എൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ 3 ഓപ്ഷനാണുള്ളത്. അതിനകത്ത് 5 ഓപ്പൺ തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 5 ഇല്ല, 5 വരെയെന്നാണ്. അപ്പൊ ഈ ഓപ്ഷനും പോയി. നമുക്ക് 5 ഉണ്ട്. 5 ഉള്ളത് കൊണ്ട് ഈ 2 ഇതിൽ 5 തന്നിട്ടുണ്ട്, അതെന്താണ്? ക്ലോസ്ഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റർവെൽ ഇവിടെ. ഓക്കെ, കോമ. ഇതിവിടെ സ്റ്റാർട്ടിങ് 3 ആണ്. ഇവിടെ ആ 2 സ്ഥലത്തും 3 തന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞാൽ 2 ക്ലോസ്ഡ് ആണ്, 2 ഓപ്പൺ ആണ്. ഇതിന്റെ അർത്ഥം 2 ക്ലോസ് എന്ന് പറഞ്ഞാൽ 2 കൂടി ഉണ്ട്, 2 ഓപ്പൺ എന്ന് പറഞ്ഞാൽ 2 ഇല്ല, 2-ന് ശേഷമുള്ള സംഖ്യ. അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? 3 അല്ലേ? അതിന്റെ അർത്ഥം 2-ന് ശേഷമുള്ള സംഖ്യയാണ്.
ഇത് നിങ്ങൾ സെലക്ട് ചെയ്താൽ 2 ഉത്തരത്തിൽ വരണം. 2 ഇല്ല, സോ ഇത് പോയി. ഓപ്ഷൻ എന്താണ്? ബി ആണ് ആൻസർ. സോ 2 ഓപ്പൺ ഇന്റർവെൽ 2, 5. ഇതിന്റെ അർത്ഥം എന്താ? 2 ഇല്ല, 2ന് ശേഷമുള്ള ആൾക്കാർ. ഇതോ 5ന് മുൻപേ, എന്നാൽ 5ഉം കൂടി ഉണ്ട്. ഈ ഓപ്പണിന്റെ അർത്ഥം എന്താണ്? ആ അവിടെ പറഞ്ഞിരിക്കുന്ന ആളില്ല, അതിന് ശേഷമുള്ളത്. ക്ലോസിന്റെ അർത്ഥം അതും കൂടി ഉൾപ്പെടെ എന്നാണ്. അപ്പോൾ ഓപ്പൺ ക്ലോസ് ഇന്റർവെൽ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. എന്താണ് ഇന്റർവെൽ എന്നൊക്കെ നമ്മൾ ഇതിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ പോയി നിങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസംബർ 2020. 2020 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. 6 മാർക്കിനാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 2019 മാർച്ചും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇതുപോലെ നമ്മൾ +1 മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1 നമ്മൾ ഫിനിഷ് ചെയ്തു. എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ കണ്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, ഓൺലൈൻ ട്യൂഷൻ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ റെക്കോർഡർ വീഡിയോ ആണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് എത്ര തവണ വേണമെങ്കിലും കണ്ട് പഠിക്കാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 9747977418. Okay? Thank you very much.